എയ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റഹീം മോങ്ങം. പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5ാമത്തെ 5 ഇയർ പ്ലാനാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1ാം 5 ഇയർ പ്ലാൻ 1951 മുതൽ 56 വരെ, 2ാം 5 ഇയർ പ്ലാൻ 1956 മുതൽ 61 വരെ, 3ാമത്തെ 5 ഇയർ പ്ലാൻ 1961 മുതൽ 66 വരെ. ഇടയ്ക്ക് വെച്ച് ബ്രേക്കായിപ്പോയി 68-69 പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നു. 4ാമത്തെ 5 ഇയർ പ്ലാൻ ആയിരുന്നു 1969 മുതൽ 74 വരെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാമത്തെ 5 ഇയർ പ്ലാൻ 1974 മുതൽ 1978 വരെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് 74-78 കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതി. കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതി കാരണം 1974 മുതൽ 78 വരെയായിരുന്നു. 74-79 പ്രഖ്യാപിച്ചെങ്കിലും അത് പിന്നീട് ജനതാ പാർട്ടി സർക്കാരായിട്ടുള്ള മൊറാർജി ദേശായി അത് നിരോധിച്ചു, ടെർമിനേറ്റ് ചെയ്തു. ഡിസ്കസ് ചെയ്യാം. അന്നത്തെ പ്രധാനമന്ത്രി 5ാം പഞ്ചവത്സര പദ്ധതി പ്രധാനമന്ത്രി എന്നറിയപ്പെടുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇതിനെ അറിയപ്പെടുന്നത് ദർ മോഡൽ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, ഡെപ്യൂട്ടി ചെയർമാൻ പ്ലാനിംഗ് കമ്മീഷൻ ആരായിരുന്നു? ദറായിരുന്നു. അതുകൊണ്ട് ഇതിനറിയപ്പെടുന്നത് ദർ മോഡൽ എന്നറിയപ്പെടുന്നത്. ദർ മോഡൽ എന്നറിയപ്പെടുന്ന പ്ലാനിംഗ് കമ്മീഷനായി ദർ മോഡൽ എന്നറിയപ്പെടുന്ന 5 ഇയർ പ്ലാനാണ് 5ാമത്തെ 5 ഇയർ പ്ലാൻ. 1978 ജനതാ പാർട്ടി സർക്കാരായിട്ടുള്ള മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാക്കി. 1977 മുതൽ 1979 വരെയായിരുന്നു മൊറാർജി ദേശായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു. ആ സമയത്ത് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇത് 1974 മുതൽ 78 വരെയുള്ള പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. എന്തായിരുന്നു ലക്ഷ്യം? പ്രധാനപ്പെട്ട 5ാമത്തെ 5 ഇയർ പ്ലാൻ 1974 മുതൽ 78 വരെ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്തുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു: 1. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പോവർട്ടി അലിവിയേഷൻ. അതിൻ്റെ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹഠാവോ. കഴിഞ്ഞ പഞ്ചവത്സര പദ്ധതി നമ്മൾ ഡിസ്കസ് ചെയ്തു. 1971 പ്രധാനപ്പെട്ട ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഇറക്കിയ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹഠാവോ, അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതായിരുന്നു ഏറ്റവും കൂടുതൽ മുൻഗണന നൽകിയ പദ്ധതി എന്നറിയപ്പെടുന്ന 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തതാണ് സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ് എന്നറിയപ്പെടുന്നത്. സാമ്പത്തിക മേഖലയിൽ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതായിരുന്നു 2ാമത്തെ എയിം എന്നറിയപ്പെടുന്നു. 3. തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക എന്നതും 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിരുന്നു. അടുത്തതായി സാമൂഹിക നീതിയും പ്രതിരോധവും, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഡിഫൻസ് 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതയായി നമുക്ക് എണ്ണിപ്പറയാം. 1. ഗരീബി ഹഠാവോ മുദ്രാവാക്യം. ഏറ്റവും അറിയപ്പെട്ട, ഇന്ത്യയും ലോകവും അറിയപ്പെട്ട ഒരു മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹഠാവോ. 5ാം പദ്ധതിയുടെ പ്രധാന ആകർഷണമായിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഈ ആഹ്വാനം എന്നറിയപ്പെടുന്നത്. ഇതാണ് ഗരീബി ഹഠാവോ. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുത്ത ഒരു മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹഠാവോ എന്നറിയപ്പെടുന്നത്. 1974 മിനിമം നീഡ്സ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസവും ഗ്രാമീണ ഭവന നിർമ്മാണവും ഗ്രാമീണ റോഡുകളും അതേപോലെ തന്നെ കുടിവെള്ളവും അതേപോലെ തന്നെ ആരോഗ്യവും ഉറപ്പാക്കുക എന്നത് DP ദർ ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു. നമ്മൾ ഈ മോഡൽ അറിയപ്പെടുന്നത് 5ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ദർ മോഡൽ എന്നായിരുന്നു. ദർ ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു മിനിമം നീഡ്സ് പ്രോഗ്രാം. ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് വളരെ അടിസ്ഥാനമായിട്ട് വേണ്ടത് പ്രാഥമിക വിദ്യാഭ്യാസവും കുടിവെള്ളവും ഗ്രാമീണ റോഡുകളും ഗ്രാമീണ ഭവന നിർമ്മാണവും ആരോഗ്യം എന്നിവ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് എന്തറിയപ്പെടുന്നത് മിനിമം നീഡ്സ്. അതാരംഭിച്ച പദ്ധതിയും 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 1974 മെയ് 18 ഓപ്പറേഷൻ സ്മൈലിംഗ്. ഓപ്പറേഷൻ വന്നത് സ്മൈലിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഭൂഗർഭ അണുപരീക്ഷണം നടന്നത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്? 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. 1975 ഏപ്രിൽ 19 ആര്യഭട്ട സ്ഥാപിച്ചത്. ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹമായിരുന്നു 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ച ആര്യഭട്ട എന്നറിയപ്പെടുന്നത്. അത് വിക്ഷേപിച്ചത് USSRൽ നിന്നാണ്. USSRൻ്റെ സഹായത്തോടെയും USSRലായിരുന്നു നമ്മൾ വിക്ഷേപിച്ചിരുന്നത്. 1975 ജൂലൈ 1 ശ്രീമതി ഇന്ദിരാഗാന്ധി നേതൃത്വത്തിൽ ഇന്ത്യയിൽ 20 ഇന പരിപാടി പ്രഖ്യാപിക്കുന്നത് 20 പോയിൻ്റ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും മുഴുവനായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുമായി
നമ്മുടെ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച പദ്ധതിയാണ് 20 പരിപാടി എന്നറിയപ്പെടുന്നത്. പ്രഖ്യാപിക്കുന്നത് 1975 ജൂലൈ 1-നാണ്. 1975 ജൂലൈ 1-നാണ് 20 പരിപാടി പ്രഖ്യാപിക്കുന്നത്. 1975 ഒക്ടോബർ 2-നാണ് RRB റീജിയണൽ റൂറൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. എന്താണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്? ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് വായ്പാ സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിക്കുന്നതിന് പറയുന്നവരാണ് റീജിയണൽ റൂറൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ആദ്യ ബാങ്ക് പ്രഥമ ബാങ്ക് ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്, UP-ലാണ്. 1975 ഒക്ടോബർ 2-നാണ് നമ്മുടെ RRB നിലവിൽ വരുന്നത്. അതേപോലെ തന്നെ 5ാം പഞ്ചവത്സര പദ്ധതിയുടെ ഏറ്റവും രസകരമല്ലാത്ത ഒരു അനുഭവമായിരുന്നു നാഷണൽ എമർജൻസി എന്നറിയപ്പെടുന്നത്. വലിയൊരു സ്റ്റോറിയാണ്. 1975 മുതൽ 1977 വരെ. 1975 ജൂൺ 25 പ്രഖ്യാപിച്ച് 26 മുതൽ നടപ്പിലാക്കി തുടങ്ങി. 1977 മാർച്ച് 21 ഏകദേശം 21 മാസത്തോളം ഇന്ത്യയിൽ ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചു. 1976-ലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റ്, അന്നത്തെ പ്രസിഡൻ്റായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും അതേപോലെ തന്നെ ഫൈനൽ അതോറിറ്റി ടു ഇൻ്റർപ്രറ്റ് ഫ്രം സുപ്രീം കോർട്ട് പാർലമെൻറ്റ്, സുപ്രീം കോടതിയിൽ നിന്ന് എല്ലാ അധികാരങ്ങളും പാർലമെൻറ്റിലേക്ക് തിരിച്ചു മാറ്റുകയും 5 വർഷമുള്ള ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു. നാഷണൽ എമർജൻസിയിൽ പല ഭാഗങ്ങളും വന്നിരുന്നു. പിന്നീട് അതൊക്കെ തിരിച്ച് ജനത സർക്കാർ വന്നപ്പോൾ, മൊറാർജി ദേശായി വന്നപ്പോൾ ഒക്കെ തിരിച്ച് മാറ്റുകയും ചെയ്തു. ഓക്കെ, തിരിച്ചു വരാം. 1976-ലാണ് കുടുംബാസൂത്രണ നയം വരുന്നത്. നാഷണൽ പോപ്പുലേഷൻ പോളിസി എന്നറിയപ്പെടും. ജനസംഖ്യാ വർധനവ് തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ജനസംഖ്യാ നയം പ്രഖ്യാപിക്കുന്നത് 1976-ലാണ്. നമ്മുടെ 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ്. അപ്പോൾ 1 ജനസംഖ്യ വളർച്ച നിയന്ത്രിക്കുക. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു ജനസംഖ്യ വളർച്ച നിയന്ത്രിക്കുക. 2 കുടുംബാസൂത്രണം പ്രോത്സാഹിപ്പിക്കുക എന്ന 2 ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ പോപ്പുലേഷൻ പോളിസി ഇന്ത്യയിൽ 1976 നിലവിൽ വരുന്നത്. 1977-ലാണ് ഫുഡ് വർക്ക് പ്രോഗ്രാം. ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഭക്ഷണത്തിന് പകരം ജോലി എന്ന ആശയം നടപ്പിലാക്കുന്നത് 1977-ലാണ്, 1977-ലാണ്. നോക്കൂ, ഗ്രാമീണ തൊഴിലില്ലായ്മ കുറക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ആശയത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതി ആയിരുന്നു നമ്മുടെ പോപ്പുലേഷൻ പോളിസി എന്നറിയപ്പെടുന്നത്. ഉദാഹരണങ്ങൾ ഗ്രാമീണ റോഡുകൾ, കുളങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, ചെറുകിട ജലസംഭരണികൾ, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ. ഇതേപോലെ അടിസ്ഥാന വർഗ്ഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പദ്ധതിയായിരുന്നു എന്നറിയപ്പെടുന്നത് 5ാമത്തെ 5 ഇയർ പ്ലാൻ. 1975 ഒക്ടോബർ 2-നാണ് ICDS വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്ന് പറയും. ICDSൻ്റെ ഗുണഭോക്താക്കളാണ് 1 ഗർഭിണികളായ സ്ത്രീകൾ, 2 മുലയൂട്ടുന്ന അമ്മമാർ, 3 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. ഈ 3 പ്രാധാന്യവും 3 ഉപഭോക്താക്കളാണ് ICDSൻ്റെ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമിൻ്റെ ഉപഭോക്താക്കളായിട്ട് നമുക്ക് എണ്ണി പറയാൻ പറ്റുന്നത്. 5ാമത്തെ 5 ഇയർ പ്ലാനിൽ വന്ന ICDS ആയിരുന്നു. അടുത്തതായി 1978 മുതൽ 80 വരെ. 1978-ൽ അധികാരത്തിലെത്തിയ ജനതാ പാർട്ടി സർക്കാർ 5ാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കുകയും പകരമായി റോളിംഗ് പ്ലാൻ ആവിഷ്കരിക്കുകയും ചെയ്തു. എന്താണ് റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത്? ഗുർനാർ മിർദാർ എന്ന് പറഞ്ഞ ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഗുർനാർ മിർദാർ, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഏഷ്യൻ ഡ്രാമ. അതിൽ നിന്ന് നമ്മൾ കടമെടുത്തുള്ള ആശയമാണ് എന്തറിയപ്പെടുന്നത്? റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത്. 1978 മുതൽ 80 വരെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയില്ല. മാത്രമല്ല പകരമായി വന്ന സംവിധാനമായിരുന്നു റോളിംഗ് പ്ലാൻ എന്നറിയപ്പെടുന്നത്. അത് നടപ്പിലാക്കിയത് TD ലക്ഡവാല ആയാണ്. TD ലക്ഡവാല കമ്മിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. TD ലക്ഡവാലയാണ് നമ്മുടെ റോളിംഗ് പ്ലാന് നടപ്പിലാക്കിയത്. നോക്കൂ, സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്നറിയപ്പെടുന്നത് 4.4%. ടാർഗറ്റ് ചെയ്ത നിരക്ക് 4.4%. എന്നാൽ ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്നറിയപ്പെടുന്നത് 4.8%. നോക്കൂ, ഡിസ്കസ് ചെയ്യാം ഒന്നും കൂടെ. 5ാമത്തെ 5 ഇയർ പ്ലാൻ 1974 മുതൽ 1978 വരെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്ക്, കാരണം കാലാവധി പൂർത്തിയാക്കാത്ത പഞ്ചവത്സര പദ്ധതിയാണ്. ബാക്കിയെല്ലാം 5 വർഷം കാലാവധി പൂർത്തിയാക്കിയപ്പോൾ 5 വർഷം കാലാവധി പൂർത്തിയാക്കാത്ത പദ്ധതിയാണ് 5ാമത്തെ 5 ഇയർ പ്ലാൻ എന്നറിയപ്പെടുന്നത്. 1974 മുതൽ 1978 വരെ. എന്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്? 1 ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതേപോലെ തന്നെ
സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം നൽകുകയായിരുന്നു. സ്വാശ്രയത്വത്തിനും സാമ്പത്തിക മേഖലയിൽ കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും എംപ്ലോയ്മെൻറ്റ് ജനറേഷനും അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരുന്നു. മാത്രമല്ല സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഡിഫൻസ്, സാമൂഹിക നീതിയും പ്രതിരോധവും ഉറപ്പുവരുത്താൻ വേണ്ടി അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കി. പ്രധാനപ്പെട്ട അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹഠാവോ എന്നറിയപ്പെടുന്നത്. ഗരീബി ഹഠാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, പൂർണ്ണമായി ഇന്ത്യയിൽ നിന്ന് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടി അന്നത്തെ സ്ലോഗനാക്കി ഇറക്കിയതായിരുന്നു, മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹഠാവോ എന്നറിയപ്പെടുന്നത്. അടുത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയായിരുന്നു മിനിമം നീഡ്സ് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. മിനിമം നീഡ്സ് പ്രോഗ്രാം 1974 മെയ് 18 പൊക്രാനിൽ വെച്ച് ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണം നടത്തി. ആ ഭൂഗർഭ അണുപരീക്ഷണം പേര് കൊടുത്തു ബുദ്ധൻ ഈസ് സ്മൈലിംഗ്, ബുദ്ധൻ ചിരിക്കുന്നു എന്നായിരുന്നു അതിന് പേര് കൊടുത്തിരുന്നത്. 1975 ഏപ്രിൽ 19 ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ബഹിരാകാശത്തേക്ക് റഷ്യയിൽ നിന്ന് വിക്ഷേപിച്ചത്. റഷ്യയുടെ സഹായത്തോടു കൂടി വിക്ഷേപിച്ചതായിരുന്നു ഇത്. 1975 ജൂലൈ 1 ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ശ്രീമതി ഇന്ദിരാഗാന്ധി, അന്നത്തെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി 20 ദിന പരിപാടി പ്രഖ്യാപിക്കുന്നതും അഞ്ചാം പഞ്ചവത്സര പദ്ധതിയിലാണ്. 1975 ഒക്ടോബർ 2 RRB റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ ഗ്രാമീണ മേഖലയിലുള്ളവർക്ക് വായ്പാ സൗകര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് RRB എന്നറിയപ്പെടുന്നത്. അതിൻ്റെ പ്രഥമ ബാങ്ക് ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. അതേപോലെ തന്നെ 1975 മുതൽ 77 വരെ ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ശ്രീമതി ഇന്ദിരാഗാന്ധി. അന്നത്തെ പ്രസിഡൻ്റായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഏകദേശം 21 മാസത്തോളം ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ആയിരുന്നു. 1976 കുടുംബാസൂത്രണ നയം ഇന്ത്യയിൽ നിലവിൽ വന്ന് ജനസംഖ്യാ വർധനവ് തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഔദ്യോഗിക ജനസംഖ്യാ നയം പ്രഖ്യാപിക്കുന്നത് 1976 അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഒന്ന് ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുക, മാത്രമല്ല കുടുംബാസൂത്രണം പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. 1977 ഫുഡ് വർക്ക് പ്രോഗ്രാം ഗ്രാമീണ മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഭക്ഷണത്തിന് പകരം ജോലി എന്ന ആശയം നടപ്പിലാക്കുന്നതും 1977 നോക്കൂ, ഒന്ന് ഗ്രാമീണ തൊഴിലില്ലായ്മ കുറക്കുക, ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ആശയത്തോടു കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു നമ്മുടെ 1977 ഫുഡ് വർക്ക് പ്രോഗ്രാം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തതായി നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഉദാഹരണമായിരുന്നു ഗ്രാമീണ റോഡുകൾ, അതേപോലെ കുളങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, ചെറുകിട ജല സംഭരണികൾ, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്ന ഭാഗമായിരുന്നു. 1978 മുതൽ 80 വരെ അന്ന് വന്നിരുന്ന സർക്കാർ എന്ന് പറഞ്ഞാൽ ജനതാ സർക്കാർ, മൊറാർജി ദേശായിയുടെ കീഴിലുള്ള ജനതാ സർക്കാർ ആ ആശയം ഒഴിവാക്കുകയും റോളിംഗ് പ്ലാൻ എന്ന പുതിയൊരാശയം കൊണ്ടുവന്നു ചെയ്തു. 1978 മുതൽ 80 വരെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ഇല്ലാതാക്കുകയും ഗുർനാം മിർദ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഏഷ്യൻ ഡ്രാമ എന്ന പുസ്തകത്തിന് കടമെടുത്ത ആശയമായിരുന്നു റോളിംഗ് പ്ലാൻ. അതായിരുന്നു ഇന്ത്യയിൽ നടപ്പിലാക്കിയിരുന്നത്. നോക്കൂ, ഇത് നടപ്പിലാക്കിയത് TD ലക്ഡവാലയാണ്. TD ലക്ഡവാല ലക്ഷ്യമിട്ടത് 4.4%, ആക്ച്വൽ ഗ്രോത്ത് റേറ്റ് എന്നറിയപ്പെടുന്നത് 4.8%. ഓക്കെ, അഞ്ചാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഓരോ പദ്ധതിയും 1, 2, 3, 4 ഡിസ്കസ് ചെയ്തു. 10 പഞ്ചവത്സര പദ്ധതിയുടെ സീരീസ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നതാണ്. അടുത്ത സീരീസുമായി ഉടനെ തന്നെ കാണാം. എയ്സിൻ്റെ LP, UP അതേപോലെ LD കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാവരും ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. അടുത്ത വീഡിയോയും കാണാം. താങ്ക് യു.